കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷാപ്പിലെ മീൻകറിയാണ് നമ്മളിന്ന് വീട്ടിൽ ട്രൈ ചെയ്യുന്നത്. വജ്ര മീനാണ് കിട്ടിയത്. അത് വെച്ചിട്ടാണ് നമ്മളിന്ന് ട്രൈ ചെയ്യുന്നത്. അതും കപ്പയുമാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം. അതിന് വേണ്ട സാധനങ്ങളൊക്കെ ആദ്യമേ ഒന്ന് റെഡിയാക്കി വെച്ചു. പിന്നെ ഒരു ചട്ടിയിൽ കറിവേപ്പിലയും പുളിയൊക്കെ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് മീനൊക്കെ വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് പിന്നെ പുറകെ പറഞ്ഞു തരാം. ഇപ്പോൾ ഉള്ള പരിപാടി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ ഉള്ളത് ഇഞ്ചി അതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. ഒരു പാത്രത്തിനകത്തോട്ട് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ ഉലുവ പൊടിയാണ് ചേർക്കേണ്ടത്. ഉലുവയല്ല, ഉലുവ പൊടിയാണ് ചേർക്കേണ്ടത്. ഉലുവ ഒന്ന് എണ്ണയിലിട്ടൊന്ന് ഇതായതിനു ശേഷം അതിനകത്തോട്ട് നമ്മൾ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ചേർക്കുക. ഇത് ചേർത്തിട്ട് ഒന്ന് വഴട്ടിയെടുക്കുക. അതിൻ്റെ പച്ചപ്പൊന്ന് മാറി കിട്ടണം. വഴട്ടിയെടുക്കുക. പാകത്തിന് ഉപ്പ് ചേർക്കുക. ഒന്ന് വഴണ്ട് കിട്ടിയതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് മുളക് പൊടി ഇടാം. കാശ്മീരി ചില്ലി ഉള്ളവർക്ക് കാശ്മീരി ചില്ലിയും സാധാരണ ചില്ലിയും ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ കളറും കിട്ടും, വലിയ എരിവും ഉണ്ടാകത്തില്ല. പിന്നെ ഇത്തിരി മഞ്ഞൾ പൊടിയും കൂടി ഇടുക. ഇത്രയും ഇട്ട് നന്നായി ഒന്ന് വഴട്ടിയെടുക്കുക. ആ പരുവായതിനു ശേഷം അതിനകത്തോട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അടിച്ചു വെച്ച തക്കാളി അതിനകത്തോട്ട് ചേർക്കുക. അത്രയും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മസാല പരിപാടി ഏകദേശം കഴിഞ്ഞു. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അതിനൊരു ഗ്രേവി പരുവത്തിലാക്കി എടുക്കുക. ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടി. നമ്മളൊരു ചട്ടിക്കകത്ത് നമ്മൾ കറിവേപ്പിലയും കുടംപുളിയും മീനും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് ഈ ചാറ് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറുതായിട്ട് തീ ഉണ്ടാവണം. അതിനകത്ത് കരിഞ്ഞു പോകാത്ത രീതിയിലല്ല, ചെറുതായ രീതിയിൽ ചൂടുണ്ടായിരിക്കണം ചട്ടിക്ക്. ചെറിയ ലോ ഫ്ലെയിമിൽ ആ ഗ്രേവി നമ്മൾ ഇതിനകത്ത് ഒഴിച്ചതിന് ശേഷം നമുക്ക് വേണ്ട കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ മീനൊന്ന് വേകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരു 10 മിനിറ്റ് ഒക്കെ മതി ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. 10-15 മിനിറ്റിനുള്ളിൽ സംഭവം നമുക്ക് റെഡിയായി കിട്ടും. മീൻ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10 മിനിറ്റായി. അപ്പോൾ പിന്നെ കപ്പ പരിപാടി നമുക്കൊന്ന് തുടങ്ങാമെന്ന് വെച്ചു. നല്ല വയനാടൻ കപ്പ കിട്ടിയായിരുന്നു. അപ്പോൾ കപ്പ എടുത്ത് അവനെ ഒന്ന് നീറ്റായിട്ട് കഴുകി തൊലിയെല്ലാം ഒന്ന് പൊളിച്ച് കൊത്തി അരിയുക. നല്ല വൃത്തിക്ക് കഴുകിയെടുക്കുക. പിന്നെ ഇത്തിരി പാകത്തിന് വെള്ളവും ചേർത്ത് ഇത്തിരി മഞ്ഞളും ചേർത്ത് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക. അതിനകത്തോട്ട് ഇത്തിരി തേങ്ങ ഇട്ടേക്കുക. ഇത് നമ്മൾ കപ്പയ്ക്ക് വേണ്ട കടുക് തിളച്ചെടുത്ത് കഴിഞ്ഞാൽ കപ്പയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒന്ന് കടുക് പത്തലമുളകൊക്കെ ഇട്ട് ഒന്ന് കടുക് തിളച്ചെടുക്കുക. നന്നായിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ കപ്പയുടെ പരിപാടിയും കഴിഞ്ഞു. ഇത് നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇടുന്നതിൻ്റെ അളവൊന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഒരു കുഴപ്പമില്ല. മീൻകറി ഇതുപോലുള്ള കറികൾ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം. ഷാപ്പിലെ അതേ ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു വാഴയിലേക്ക് അതോട്ട് ഇത്തിരി കപ്പയും ഇത്തിരി മീനും ഒക്കെ ഒഴിച്ച് ഇത്തിരി ചോറും ഒക്കെ കൂട്ടി കഴിക്കുക. അത്ര തന്നെ. താങ്ക് യു.